ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴം വെച്ചിട്ടുള്ള മാംഗോ ബർഫിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അതിനു മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മാംഗോ ബർഫി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മാങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് 2 വലിയ നീലം മാങ്ങയാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പാൽപ്പൊടി കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ പാൽപ്പൊടി മിക്സ് ചെയ്തെടുക്കണം. പാൽപ്പൊടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ ബർഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് മാങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം. ഓയിലും എണ്ണയും ഒന്നും ചേർക്കേണ്ട, മാങ്ങ മാത്രമായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം മാങ്ങ മാത്രം ഇളക്കി കൊടുക്കണം. മാങ്ങ ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറി മാറി ഇട്ടിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തയ്യാറാക്കരുത്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതുപോലെ ആകണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലില്ലെങ്കിൽ തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. തിരുവിയ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം തേങ്ങ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പാൽപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൽപ്പൊടി ഇട്ട് കൊടുക്കാവൂ. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുക്കണം. ഹൽവ ഉണ്ടാക്കുന്ന അത്രയും പാടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. നമ്മുടെ നാട്ടിലിപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റായിരിക്കും. നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടിയാക്കി എടുക്കാം. ഹൽവയുടെ അത്ര കട്ടിയൊന്നും ആകണ്ട, എന്നാലും കുറച്ച് കട്ടിയായിട്ട് വരണം. ഈ പരുവമായി കിട്ടണം. ചട്ടിയിൽ നിന്ന് ഇതുപോലൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിനാകണം. അതിനുശേഷം ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിലാണ് വയ്ക്കുന്നത്. സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് വെച്ചാലും മതിയാകും. അതിനുശേഷം ഒന്ന് നിരത്തി കൊടുക്കണം. സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി
ഷേപ്പ് ചെയ്ത് വയ്ക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ലെവൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്തയും കാഷ്യൂസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സാണോ അതിട്ട് കൊടുത്താൽ മതിയാകും. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നട്ട്സ് ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. അതിനുശേഷം സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒന്ന് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂറായപ്പോൾ എടുക്കുവാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഫിയാണിത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ബർഫിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.